ഒരു അന്തം കൊന്തമില്ലാത്ത ഈ ദുനിയയിലേക്ക് ജനിച്ചു വേണ്ട ഏകദേശം 27 കൊല്ലമായി. ആകെ മൊത്തം ചിന്തയിലാണ് ഇനി പെണ്ണ് കെട്ടണമെന്ന് ഓർത്ത് നേരെ ഗോഡൗണിലേക്ക് വന്നു. അതിന് ബില്ലും കൊടുത്ത് ഒരു 5 മിനിറ്റ് അവിടെ കിടന്നു കേട്ടോ. കിടന്നവിടെ ഓർത്ത് ഒരു 5 ചാക്ക അരിയുടെ ഓർഡർ ഉണ്ട്, അതും കൊടുത്തേച്ച് റൂമിൽ പോകാൻ. അവിടെ നിന്ന് തന്നെ പിന്നെ ചായയും കുടിച്ചേച്ച് നേരെ റൂമിലേക്ക്. ആകെ മൊത്തം ചിന്തിക്കുന്ന ദിവസമാണ്. എന്തൊക്കെ വള്ളി വരുമെന്ന് അറിയാൻ പാടില്ല. റൂമിൽ ചെന്ന് ഒരു 6 മണി വരെ കിടന്നുറങ്ങി. ലേറ്റായിട്ട് ഫുഡും കഴിച്ചേച്ച് നേരെ ചേട്ടൻപള്ളി വിളിച്ചെടുത്തേക്ക്. പോണ വഴിക്ക് ആരിസിനെയും പൊക്കിക്കൊണ്ടാണ് പോയത്. കുക്കുക്കിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് ചേട്ടൻപള്ളി ആകെ മൊത്തം ഞെരുവിളി കൊണ്ട അവസ്ഥയിലാണ്. അകത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാജഹാൻ ഭയങ്കര ഫോൺ വിളി. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റാണ്. ഏത് സ്റ്റോറിയിലേക്ക് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നത്. ഇതാണ് ഈനാക്കോണൻ. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു നിന്നപ്പോൾ ചേട്ടൻപള്ളി പുറകെ ഒരു കേക്കും കൊണ്ടുതന്നു. ആകെ മൊത്തം സർപ്രൈസായ ദിവസം തന്നെയായിരുന്നു. അങ്ങനെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഒരു കേക്ക് മുറിക്കൽ പാർട്ടി. വേറെ ആരും ഇല്ലായിരുന്നു, ഞങ്ങൾ കുറച്ച് 4 പേര്. കൂടെയുള്ള കൂട്ടുകാരന്മാരെ ഒന്നും കൂട്ടാൻ പറ്റില്ല. വേറെ ഒന്നുമല്ല, ഇത് സർപ്രൈസ് ആയതുകൊണ്ട് ഞാൻ അറിയുന്നത് ഇവിടെ വന്നപ്പോഴാണ്. ചേട്ടൻപള്ളി വിളിച്ചു വരുത്തിയതാണ്. അങ്ങനെ അവിടെ ചെന്നു കേക്ക് കാര്യങ്ങളൊക്കെ മുറിച്ച് സെലിബ്രേഷൻ അങ്ങ് തുടങ്ങി. ചേട്ടൻപള്ളിക്ക് എന്നെ ആദ്യത്തെ കടി കൊടുത്തു. പിന്നെ ഈനാക്കോണൻ ഉണ്ടായിരുന്നു. വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് ഈനാക്കോണൻ. എവിടെ നീ കേട്ട പണി എന്നു ഓർത്തുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ ഹാരിസിനും കൊടുത്തു ലാസ്റ്റ് പീസ്. അങ്ങനെ കേക്ക് മുറിച്ചതിൻ്റെ ഒരു വർത്തമാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആകെ മൊത്തം ചിരിയും കളിയും തന്നെ. ഒന്നും രണ്ടും പറഞ്ഞു നിന്നപ്പോൾ ഈനാക്കോണൻ ഒരു പീസ് എടുത്തിട്ട് ഒറ്റ അമ്മക്ക് കണ്ടില്ലേ. അവിടെയും തൊട്ടില്ല ഇവിടെയും തൊട്ടില്ല. അങ്ങനെ ചായയും വാങ്ങിച്ചു, ഒരു കട്ട്ലേറ്റും എടുത്തു. ഈനാക്കോണൻ റിച്ച് ആയതുകൊണ്ട് തന്നെ സൂപ്പാണ് അടിച്ചത്. പിന്നെ അവിടെ നിന്നെല്ലാം സലാം പറഞ്ഞു വെച്ച് ഞാൻ പിന്നെ നേരെ റൂമിലേക്ക് വിട്ടു. അപ്പം മസ്സലാം.